സിദ്ധാന്തം. ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനവും അതുതന്നെ. നിങ്ങൾ നോക്കണം, ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന വെല്ലുവിളി, അതായത് ശിർക്കിനെ വളർത്തുന്ന വെല്ലുവിളി, ആധുനിക ലോകത്ത് ഏതാ വെല്ലുവിളി? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന സിദ്ധാന്തം. ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനവും അതുതന്നെ. ഇതാണ് മൗദൂദിസ്റ്റുകൾ പറഞ്ഞത്. ഇതാണിപ്പോഴും നിങ്ങൾക്ക് ചോദ്യം പകർത്തി തന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പുസ്തകത്തിലുമുള്ളത്. എന്താ പറഞ്ഞത്? ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനം ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ വെല്ലുവിളിയാണ് എന്ന്. ഇന്ന് ഇന്ത്യ രാജ്യയുടെ ഭരണഘടന, അതേപോലെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ക്രമം, അത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന വെല്ലുവിളിയാണ് എന്നുള്ള ആ തത്വം, അതിനെതിരെ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മാതൃകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതഘട്ടവും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയാതിരുന്ന കാലത്തിൽ തൗഹീദില്ലാത്ത രാജ്യങ്ങളിൽ തന്നെ ക്രിസ്ത്യാനിയായ നജാഷിയുടെ കീഴിൽ അബിസീനിയയിൽ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും. എന്നാൽ അബൂജഹലിന്റെ പീഡനങ്ങൾക്ക് വിധേയമായി മക്ക രാജ്യത്ത് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ അവിടേക്ക് അബിസീനിയയിലേക്ക് പോയപ്പോൾ ലാത്തയിൽ നിന്ന് മനാത്തയിലേക്കല്ല അവർ പോയത്. യൂസുഫ് അലൈഹിസ്സലാം മുസ്ലിം അല്ലാത്ത ഒരു രാജാവിന്റെ കീഴിൽ ഭരണം നടത്തിയപ്പോൾ അദ്ദേഹം ഒരിക്കലും കുഫറിന്റെ വ്യവസ്ഥയെ പിന്താങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ആദർശത്തിൽ സ്വാധീനിക്കാതിരിക്കുകയും തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിൽ അത്തരം ഭരണകൂടങ്ങളോട് സഹകരിക്കാൻ വിശുദ്ധ ഖുർആൻ അനുവദിക്കുന്നുണ്ട്. ഇസ്ലാമിൽ കൃത്യമായ മാതൃകയുണ്ട്. അതേ സമയത്ത് ഭരണം ഉണ്ടാകലാണ് തൗഹീദ്, ഹാക്കിമിയത്താണ് തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതല്ലാതെ തൗഹീദ് ഉണ്ടായതിനു ശേഷം ആ തൗഹീദ് നിലനിർത്തിയതിന് പകരമായി അള്ളാഹു ഭരിക്കാവുന്ന ഒരു സാഹചര്യം തരും എന്ന് പറയുന്ന ആശയം ഇത് തന്നെയാണ് സുഹൃത്ത് വായിച്ചു കേൾപ്പിച്ച മറ്റു വരികളും. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും മൗദൂദിയൻ പണ്ഡിതന്മാരുടെയും ഈ മതരാഷ്ട്രവാദ അജണ്ടയുടെ അപകടം ലോകത്തേക്ക് വ്യാപകമായി തുടങ്ങിയത് 50കൾക്ക് ശേഷമാണ്. അതിനു മുമ്പ് അൽ മുർഷിദിലോ മറ്റോ വന്ന ലേഖനങ്ങളിൽ പിൽക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സാരഥികളായി മാറിയവർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ജമാഅത്ത് സഹയാത്രികനായ സുലൈമാൻ നദ്വിയെ പോലുള്ള ആളുകൾ ആ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിറകിലായിരുന്നു. അതേപോലെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. അവരെ ഭാഷാപരമായും വിദ്യാഭ്യാസപരമായും ഭൗതിക വിദ്യാഭ്യാസപരമായും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആദ്യകാലക്കാരായ ആളുകൾ അന്ന് ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന പടുക്കളായ പണ്ഡിതന്മാരുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകുന്ന ലേഖനങ്ങൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ ഒരിക്കൽ കെ എം മൗലവി സുലൈമാൻ സാഹിബിന്റെ ലേഖനവും പ്രസിദ്ധീകരിച്ചു. അത് ഹാക്കിമിയത്തുള്ള വിശദീകരിക്കുന്ന ലേഖനമായിരുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അതിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ലേഖനമായിരുന്നു. ആ ലേഖനം എഴുതിയ ഒന്നാമത്തെയാൾ മൗലികമായി അതിന്റെ ആളുകളുടെ ആശയം മതരാഷ്ട്രവാദ ആശയമായതുകൊണ്ട് അതിനെ ധ്വനിപ്പിക്കുന്ന ചില വരികൾ ഉള്ളിലെവിടെയോ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അതിൽ മതരാഷ്ട്രവാദം കാണാൻ സാധിക്കൂ. ആ രൂപത്തിൽ ഭൗതികമായ സ്വാധീനത്തിനും വിദ്യാഭ്യാസം കാരണമായി തീരും എന്ന് പരിചയപ്പെടുത്തുന്ന ലേഖനം, അതും ജമാഅത്ത് പാളയത്തുള്ള ആളുകളുടെ ലേഖനം, അതും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എഴുതിയ ലേഖനം, ആ ഒരു നിലവാരത്തിൽ കൊടുത്തുപോയപ്പോൾ അതിൽ നിന്ന് ഭൂതക്കണ്ണാടി വെച്ചൊരു വരിയുണ്ടെന്ന് കണ്ടെത്തി അതിനെ പിന്നീട് സ്വന്തം കൈക്കറി കൊണ്ട് വ്യാഖ്യാനിക്കാമെന്ന് മനസ്സിലാക്കി അത് മുജാഹിദ് പണ്ഡിതന്മാരുടെ ആശയമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ വായിച്ച ഒരു ഉദ്ധരണിയിലുള്ളത്. ഇത് തന്നെയാണ് അങ്ങോട്ട് എല്ലാം ഓരോന്നെടുത്താലും നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായി ഓരോന്നിനും വിശദീകരണം നൽകാൻ സാധിക്കുമെന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത്. അബുലൈല മൗദൂദി പറഞ്ഞ ഒരു വാചകം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൗദൂദി പറഞ്ഞ ആശയം എന്താണ്? ഈ ലോകത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അബുലൈല മൗദൂദി അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം തന്നെ അത് ഏത് വിധേനയും സ്ഥാപിക്കുക എന്നതാണ് ഒരു മുസൽമാന്റെ ഒന്നാമത്തെ ദൗത്യം. മുസ്ലിങ്ങൾ മനസ്സിലാക്കിയതും പ്രവാചകന്മാർ പഠിപ്പിച്ചതും എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന തത്വം. അള്ളാഹുവെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ ഈ തൗഹീദിന്റെ തത്വം ശരിയായ രൂപത്തിൽ ബഹുജനങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ദൗത്യം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മൗദൂദി പറഞ്ഞു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? യാഥാർത്ഥ്യം ഇതായിരിക്കെ നാം ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സാന്നിധ്യം അനിസ്ലാമിക ഭരണകൂടത്തിന് തുറന്ന് വെല്ലുവിളിയാവുക തന്നെ വേണം. ഈ വഴികളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് നാം ഉപദേശങ്ങൾ നൽകുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അവരോട് യുദ്ധം ചെയ്യുകയില്ല.
എന്നാൽ ദൈവത്തിന്റെ അടിമകളെ ദൈവേതരുടെ അടിമകളാക്കാനും അവർക്കൊരിക്കലും അവകാശമില്ല. ഈ ഫിത്ന, ഏത് ഫിത്ന? ഈ രാജ്യത്ത് ഇസ്ലാമിന്റേതല്ലാത്ത ഭരണം നടപ്പാകുന്നു എന്ന ഫിത്ന. അത് ജനായത്ത ഭരണമാകട്ടെ, അതേപോലെ തന്നെ ഏകാധിപത്യ ഭരണമാകട്ടെ, രാജാധിപത്യ ഭരണമാകട്ടെ, അത് ഫലത്തിൽ വ്യത്യാസമില്ല എന്നാണ് ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഇസ്ലാമിന്റേതല്ലാത്ത ഏതൊരു ഭരണവും ഒരു രാജ്യത്ത് നടപ്പാവുക എന്ന ഫിത്ന, ഈ ഫിത്ന വാളിന്റെ ശക്തി കൊണ്ട് തുടച്ചു നീക്കണം. കുഫർ അവരുടെ പാതയിൽ നിന്ന് മാറി നിൽക്കുന്നതുവരെ വിശ്വാസിയുടെ വാൾ ഉറയിൽ പോവുകയില്ല. ഇതാണ് തഫീമാത്തിന്റെ 113, 114 പേജുകളിൽ അബുൽ മൗദൂദി എഴുതിയത്. ഇതാണ് മൗദൂദിയുടെ ജിഹാദി എന്ന മൗലിക കൃതിയിലുള്ളത്. വെള്ളം ചേർത്ത് പ്രസിദ്ധീകരിച്ച വിവർത്തന കൃതിയിൽ കാണുന്നില്ലെങ്കിലും അതാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. അതാണോ സുലൈമാൻ സാഹിബിന്റെ ലേഖനത്തിൽ നിന്ന് പിന്നെ മുജാഹിദ് പ്രസ്ഥാന നേതാക്കന്മാർ പണ്ട് എടുത്തു കൊടുത്തത്? അതാണോ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിലുള്ളത്? ഒരിക്കലും അല്ല. കടലും കടലാടിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അവിടെ ദൈവീക രാജ്യം എന്ന് കേട്ടപ്പോഴേക്കും അത് മൗദൂദിയുടെ ദൈവീക രാജ്യമാണ്, ഇത് തെറ്റിയതാണ് എന്ന് ധരിച്ചതാണ് തെറ്റ്. ദൈവീക രാജ്യം എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങൾ പുലരുന്ന ഒരു രാജ്യം, അതേപോലെ ഇസ്ലാമിന് ഭരണം നടത്താവുന്ന സാധ്യതയും അവസരവും ലഭിച്ച ഒരു കാലഘട്ടം എന്നതു മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിക ഭരണം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ അതിനെതിരെ നിൽക്കുമെന്നാണോ ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കിയത്? ഇസ്ലാമിന്റെ ഭരണ നിർദ്ദേശങ്ങളെക്കാൾ, ഇസ്ലാമിന്റെ ഭരണ കാഴ്ചപ്പാടുകളെക്കാൾ മികച്ച ഭരണ സംവിധാനം ഈ രാജ്യത്തുള്ള മറ്റേതെങ്കിലും വ്യവസ്ഥകളാണ് എന്ന് മുജാഹിദുകൾ ധരിച്ചിട്ടുണ്ട് എന്നാണോ ജമാഅത്ത് സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരിക്കലും അല്ല. അത് മറ്റൊരു വിഷയമാണ്. ഏറ്റവും മികച്ച ഭരണം ഇസ്ലാമിന്റേതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങൾ, കച്ചവടത്തിന്റെ രംഗത്ത്, വസ്ത്രധാരണത്തിന്റെ രംഗത്ത്, അതേപോലെ സാമൂഹിക സംസ്കാരത്തിന്റെ രംഗത്ത് എല്ലായിടത്തും ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതാണ് മികച്ചത്. അതിന്റെ അർത്ഥം തൗഹീദ് എന്ന് പറഞ്ഞാൽ കച്ചവടമാകുന്നു, തൗഹീദ് എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണമാകുന്നു, തൗഹീദ് എന്ന് പറഞ്ഞാൽ കല്യാണമാകുന്നു എന്നിങ്ങനെ പറയുന്നത് പോലെയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാകുന്നു, ഹാക്കിമിയത്തുള്ളയാകുന്നു എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെയല്ല എന്നാണ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. മൗദൂദി നമസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾ ഈ ഭൗതിക ലോകത്ത് ഭരണം നേടാനുള്ള പരിശീലനമായി പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ വളർത്താനും സ്വർഗ്ഗപ്രവേശനത്തിനുമുള്ള ഉപാധിയായിട്ട് അത് പഠിപ്പിച്ചു. അതേപോലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് നമസ്കാരത്തിന്റെ സമയം അറിയിക്കാനുള്ള ഒരു പുണ്യകർമ്മമായി പഠിപ്പിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നത് ശത്രുക്കൾക്കെതിരെ, ഇസ്ലാമികമല്ലാത്ത ഭരണകൂടങ്ങൾക്കെതിരെ ആയുധമെടുക്കാനുള്ള ശങ്കൊളിയാകുന്നു എന്നാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ ആല മൗദൂദി സൂചിപ്പിച്ചിട്ടുള്ളത്. ആവശ്യം വരുമ്പോൾ ഉദ്ധരണികൾ അതിന്റെ സ്രോതസ്സിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവകാല നേതാക്കൾ പല സന്ദർഭങ്ങളിലായി പറഞ്ഞ കാര്യങ്ങൾ സൗകര്യപൂർവം സന്ദർഭത്തെ മറച്ചുവെച്ച് വാലും തലയും വെട്ടി അവതരിപ്പിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ശംസുദ്ദീൻ പാലത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. അതെ, ഒരു ഉപചോദ്യം ചോദിച്ചോളൂ. നേരത്തെ ഇവിടെ ഒരു സംവാദത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. അതിൽ 4-5 കത്തടപാടുകൾ നടന്ന ഒരു വിഷയം കൂടിയാണ്. അത് ഇവിടെ കുറെ വിശദമായി പറഞ്ഞുകൊണ്ട് 2 പോയിന്റ് മാത്രം പറയാം. കേരള ജമിയത്തുൽ ഉലമക്ക് ഇത് സംബന്ധമായി കക്കാട് കാർക്കുന്നാൽക്കയുടെ നാലിം കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊടിയത്തൂർ മണ്ഡലം ക്യാമ്പിന്റെ സെക്രട്ടറിയും ഈ പരിപാടിയുടെ സംഘാടകനുമായ CK ഉമ്മർ സുല്ലമി അദ്ദേഹം സ്ഥലത്തുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് കക്കാട് അൽക്കയുടെ കത്ത് കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിക്ക് കൊടുത്താൽ അതിനുള്ള മറുപടി കിട്ടും. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുപാട് കത്തുകൾ നടന്നിട്ട് പിന്നെ ഒരു സംവാദം തീരുമാനിച്ച കഥ പറഞ്ഞു. ആ സംവാദത്തിൽ 2 ഡേറ്റ് ആയിരുന്നു കണ്ടിരുന്നത്. ആദ്യത്തെ ഡേറ്റ് ഞങ്ങളുടെ പണ്ഡിതന്മാർ ചെറിയ അസൗകര്യം പറഞ്ഞു, രണ്ടാമത്തെ ഡേറ്റിൽ അവരുടെ അസൗകര്യവും പറഞ്ഞു. അതിനുശേഷം വേറെ ഒരു പ്രാവശ്യം കൂടി ഇതിനുവേണ്ടി കൂടി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേരള മുതൽ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ആ പരിപാടി അവസാനിച്ചത്. അത് ഇവിടേക്ക് വലിച്ചു കേൾക്കേണ്ട ആവശ്യമില്ല. അത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ കത്തുകൾ മുഴുവനും പ്രസിദ്ധീകരിക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമായി സംസാരിക്കണമെങ്കിൽ രേഖാമൂലമാണെങ്കിലും പൊതുയോഗം വെക്കാൻ കൊടിയത്തൂരങ്ങാടിയിൽ ഞാൻ തയ്യാറാണ് എന്നുകൂടി പറഞ്ഞു ആ വിഷയം അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ പഴയകാല മുജാഹിദ് പണ്ഡിതന്മാരുടെ വാക്കുകളെ വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആ വൈരുദ്ധ്യം ഒന്നും മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങോട്ട് പറഞ്ഞത്. അതിന് മൗദൂദിന് മറ്റൊരു ചോദ്യമായി ഇത് 25-66 ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. ഇതിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യല് സുന്നത്താണ്, വാജിബാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പഴയ അൽമുസ്ലിൽ പറയുന്നുണ്ട്.
എന്നാൽ പിന്നെ ജമാഅത്ത് ശൂറ സുനദാസ് എന്ന് പറയുന്ന അവര് ഈ അൽമുർഷിദിന്റെ ഈ കേരള എമിത്തിന്റെ തീരുമാനങ്ങളൊക്കെ സുനദാസ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു ഇതിപ്പോ നിങ്ങൾ സമയം തരില്ല എന്ന് എനിക്കറിയാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് വിമർശനം ആ പുസ്തകം വാങ്ങിയിട്ട് നിർബന്ധമായിട്ട് മുജാഹിദ് സുഹൃത്തുക്കളൊന്ന് നിഷ്പക്ഷണം വായിക്കണം. ഇവരെ വർത്താനം മാത്രം കേട്ട് അത് വിശ്വസിക്കരുത്. ആ പുസ്തകം മാർക്കറ്റിലുണ്ട്. ഈ വാദപ്രതിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്റെ സുഹൃത്തിന് ആ ബുക്ക് ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹം ഇന്ന് എനിക്ക് ആ ബുക്ക് തിരിച്ചിട്ടിട്ടില്ല. 3-4 പ്രാവശ്യം ചോദിച്ചു. ഇത്തരം കാര്യങ്ങൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് പൊതുയോഗം കെട്ടി പറയാൻ ഞാൻ വളരെ റെഡിയാണ്. കാരണം ഉമർ സുലമി അടക്കമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. പരസ്പരം അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്.